കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയായി അറിയപ്പെടുന്ന ക്ലിഫ് ഹൗസ് ഒരിക്കൽ കൂടി ചർച്ചകളിൽ നിറയുകയാണ്. നേരത്തെ കെ കരുണാകരനായി നീന്തൽക്കുളം നിർമ്മിച്ചപ്പോഴും തന്റെ പട്ടി ടോമിയെ അതിൽ കുളിപ്പിക്കുമെന്ന് നായനാർ പറഞ്ഞപ്പോഴും പിന്നീട് സോളാർ കേസിന്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കിടയിലും ക്ലിഫ് ഹൗസ് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പിണറായി വിജയന്റെ ഭരണകാലത്ത് തന്നെ നീന്തൽക്കുളം നവീകരണം, തൊഴുത്ത് നിർമ്മാണം അടക്കമുള്ളവയിലൂടെ വിവാദത്തിൽപ്പെട്ട ക്ലിഫ് ഹൗസ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് തന്റെ മകനെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞ ഒരു പ്രസ്താവനയിൽ നിന്നാണ്. ക്ലിഫ് ഹൗസിൽ എത്ര മുറികളുണ്ട് എന്ന് പോലും അറിയാത്ത ആളാണ് തന്റെ മകൻ എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് വിവാദത്തിൽ വളരെ വൈകാരികമായാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിന്റെ വിലാസത്തിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചത് ED ആണ്. അത് എന്ത് കാര്യത്തിനാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ ED അങ്ങനെയൊരു സമൻസ് അയച്ചിട്ടില്ല എന്ന് പറയുന്നതിന് പകരം കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ മുഖ്യമന്ത്രി പറഞ്ഞുള്ളൂ, അതും വൈകാരികമായി. കേരളത്തിന് കേൾക്കാൻ താല്പര്യമുള്ള വിഷയത്തിൽ വൈകാരികമായാണോ മറുപടി പറയേണ്ടത് എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സണ്ണിക്കുട്ടി അബ്രഹാം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശകലനം ഇതേ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ളതിനാൽ ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നില്ല. ക്ലിഫ് ഹൗസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ക്ലിഫ് ഹൗസിൽ എത്ര മുറികളുണ്ടെന്ന് പോലും അറിയില്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. സത്യത്തിൽ കേരളത്തിന്റെ വൈറ്റ് ഹൗസ് ആയ ക്ലിഫ് ഹൗസിനെ കുറിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് അറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലിഫ് ഹൗസ് രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ദിവാൻ പേഷ്കാറും ബ്രിട്ടീഷ് എക്സൈസ് കമ്മീഷണറും മഹാത്മാഗാന്ധിയും അടക്കം താമസിച്ച ക്ലിഫ് ഹൗസ് സത്യത്തിൽ കേരളത്തിന് ഒരു വിസ്മയം തന്നെയാണ്. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ തിരുവിതാംകൂർ ഭരണകാലത്ത് 1939 ക്ലിഫ് ഹൗസിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ദിവാൻ ഭരണകാലത്ത് ദേവസ്വം വകുപ്പിന്റെ ചാർജ് ഉണ്ടായിരുന്ന ദിവാൻ പേഷ്കാർക്ക് താമസിക്കാൻ ഒരു ഔദ്യോഗിക വസതിയായിരുന്നു ലക്ഷ്യം. 3 വർഷമെടുത്ത് 1942 നിർമ്മാണം പൂർത്തിയായി. തിരുവനന്തപുരത്തെ നന്ദൻകോട് കുന്നുകളിൽ 4.2 ഏക്കർ ഭൂവിസ്തൃതിയിൽ 15,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ക്ലിഫ് ഹൗസ് നിർമ്മിച്ചത്. കേരളീയ വാസ്തുശില്പരീതിയും കൊളോണിയൽ ഇംഗ്ലീഷ് വാസ്തുശില്പരീതിയും സംയോജിപ്പിച്ചതാണ് മന്ദിരത്തിന്റെ രൂപകൽപ്പന. 7 കിടപ്പുമുറികളാണ് ഇവിടെയുള്ളത്. നോട്ട്: മുഖ്യമന്ത്രിയുടെ മകന് അറിയില്ലെങ്കിലും നാട്ടുകാരെങ്കിലും അറിയട്ടെ, 7 ബെഡ്റൂമുകൾ, ഒരു ഓഫീസ് മുറി, ഒരു കോൺഫറൻസ് ഹാൾ. ഔദ്യോഗിക വസതിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പരിചാരകരുടെയും ഉപയോഗത്തിനായി 2 ചെറിയ കെട്ടിടങ്ങളും കോമ്പൗണ്ടിലുണ്ട്. വേറെ മന്ത്രിമന്ദിരങ്ങളും ഇതേ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പൊതുമരാമത്ത് വകുപ്പ് മന്ദിരം ഏറ്റെടുത്ത് ഗസ്റ്റ് ഹൗസായി ഉപയോഗിച്ചു തുടങ്ങി. 1957 മുതൽ കെട്ടിടം മുഖ്യമന്ത്രിമാരുടെ വസതിയായും ഉപയോഗിക്കുന്നു. വിവിധ സർക്കാരുകളുടെ കാലത്ത് പഴക്കമുള്ള ഈ കെട്ടിടം ഇടിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു. എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടമായതിനാൽ ഒരു സർക്കാരും ഇതിനു മുതിർന്നില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് നവീകരണ പ്രവർത്തനങ്ങളും തൊഴുത്ത് നിർമ്മാണവും ഉൾപ്പെടെ ഇവിടെ നടത്തിയത്. പലവിധം പൂച്ചെടികളും പഴങ്ങളും ക്ലിഫ് ഹൗസ് വളപ്പിൽ വിളയുന്നുണ്ട്. റോസ് മുതൽ ഓർക്കിഡും റംബൂട്ടാനും വരെ. ഇതെല്ലാം നോക്കാൻ ജീവനക്കാരുമുണ്ട്. മികച്ച കന്നുകാലി ഇനങ്ങളിലൊന്നായ സഹിവാൾ, ജേഴ്സി, വെച്ചൂർ, ഹോൾസ്റ്റീൽ ഇനത്തിൽപ്പെട്ട പശുക്കളും ഇതിനു പുറമെ 3 കന്നുകുട്ടികളുമുണ്ട് ഇവിടെ. ദിവസവും 8 മുതൽ 12 ലിറ്റർ വരെ പാലും ലഭിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ പാവൽ, പടവലം, കോവൽ, വെണ്ട, പയർ, തക്കാളി തുടങ്ങിയവയും ശീതകാല പച്ചക്കറികളും അലങ്കാര ചെടികളുമൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിമാർ ക്ലിഫ് ഹൗസിലെ താമസിക്കാവൂ എന്ന് വ്യവസ്ഥയൊന്നും ഇല്ലെങ്കിലും പ്രഥമ മുഖ്യമന്ത്രി EMS മുതൽ ഇന്ന് പിണറായി വിജയൻ വരെ എവിടെയാണ് താമസം? അതിന് ഒരു അപവാദം 1977 മുഖ്യമന്ത്രിയായ AK ആന്റണിയും 2005 ഇടക്കാല മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുമാണ്. 1977 AK ആന്റണി ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ അജന്ത ബംഗ്ലാവായിരുന്നു ഔദ്യോഗിക വസതി. കെ കരുണാകരൻ രാജിവെച്ചതിനെ തുടർന്ന് 1995-96 ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ സ്വന്തം വസതിയായ അഞ്ജനവും, അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി 2005-2006 കാലയളവിൽ സ്വന്തം വസതിയായ പുതുപ്പള്ളി ഹൗസുമാണ് ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചത്. ക്ലിഫ് ഹൗസിൽ എത്ര മുറികളുണ്ട് എന്ന് പോലും തന്റെ മകന് അറിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ ചർച്ചയെല്ലാം ഉടലെടുത്തത്. മകൻ വിവേക് കിരണിന് ED നോട്ടീസ് എന്ന വാർത്തയോടുള്ള പ്രതികരണമായാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രതികരിച്ചത്. മകന് EDയുടെ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് വിശദീകരിക്കുന്നതിനാണ്
വിവേക് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നയാളാണ് എന്നും ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും മകന് അറിയില്ല എന്നും മുഖ്യമന്ത്രി വാദിച്ചത്. തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യവും കളങ്കരഹിതവുമാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ജോലി, വീട് എന്നതിനപ്പുറം മറ്റൊരു രീതിയിലും പോകുന്ന ആളല്ല തന്റെ മകനെന്നും അധികാരത്തിന്റെ ഒരു ഇടനാഴികളിലും തന്റെ മകനെ കാണാൻ കിട്ടില്ല എന്നുമാണ് പിണറായി വിജയന്റെ വാദം. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഉണ്ടായിരുന്ന മറ്റു മുഖ്യമന്ത്രിമാരുടെ മക്കളെ നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് പിണറായി വിജയന്റെ ചോദ്യം. അതേസമയം വിവേക് കിരണിന് ED സമൻസ് എന്ന വാർത്തയിൽ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയെ തന്നെ തള്ളിക്കളയുകയാണ് പിണറായി വിജയൻ ചെയ്തത്. എവിടെ, ആരുടെ കയ്യിലാണ് ഈ ഏജൻസിയുടെ സമൻസ് കൊടുത്തത് എന്നും ആർക്കാണ് അയച്ചത് എന്നുമൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. അങ്ങനെ ഒരു സമൻസ് താനോ മകനോ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരു കടലാസ് അയച്ചു, അതിങ്ങോട്ട് താ എന്ന് ഞാൻ പറയണോ എന്നും തന്നെ സമൂഹത്തിന് മുന്നിൽ കളങ്കിതനാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണെന്നും അല്പം രൂക്ഷമായി തന്നെയാണ് പിണറായി പ്രതികരിച്ചത്. എമ്മി ബേബി വാർത്തകൾ മുഖവിലക്കെടുത്ത് പ്രതികരിച്ചതാകുമെന്നും വസ്തുതകൾ മനസ്സിലാക്കിയുള്ള പ്രതികരണമാകില്ല എന്നും പറഞ്ഞാണ് ബേബിയുടെ വാക്കുകൾ പിണറായി തള്ളിക്കളഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകനയച്ച നോട്ടീസ് ED പിന്നീട് പിൻവലിച്ചുവെന്നായിരുന്നു ഇതേക്കുറിച്ച് എമ്മി ബേബിയുടെ ആദ്യത്തെ പ്രതികരണം. ഒന്നിനു പുറകെ ഒന്നായി മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകുകയാണ് ഇപ്പോൾ. ആദ്യം മകളുടെ മാസപ്പടി കേസ്, പിന്നീട് മകനെതിരായ ED സമൻസ്, ഇതിനിടയിൽ തനിക്കെതിരായ ലാവ്ലിൻ കേസും. ഇപ്പോഴിതാ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാർ ഒന്നാകെ പ്രതിരോധത്തിലാകുന്നു. ഷാഫി പറമ്പിൽ MP-യെ പോലീസ് മർദ്ദിച്ചതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്നോ ന്യായീകരിക്കുമെന്നോ അറിയാതെ വട്ടം കറങ്ങുന്നു. ഇതിനെല്ലാമിടയിൽ മകനെതിരായ കേസിനെ കൂടി ന്യായീകരിക്കുകയും വേണം. വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് രണ്ടാം ഊഴത്തിന്റെ അവസാന ഘട്ടത്തിൽ പിണറായി വിജയൻ എത്തിപ്പെട്ടിട്ടുള്ളത്.